ഹലോ കുട്ടീസ്, ഇത് ഏറ്റുമാനൂരുള്ള ഒരു റെസ്റ്റോറൻ്റാണ്. റെസ്റ്റോറൻറ്റിൻ്റെ പേര് ഹാങ് ഔട്ട് എന്നാണ്. ഞങ്ങളന്ന് അമ്പലത്തിൽ പോയിട്ട് വന്ന വഴി കയറിയ റെസ്റ്റോറൻ്റാണ് ഫുഡ് കഴിക്കാൻ. 8-9 ഫുഡ് കോർട്ടൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോമോസൊക്കെ ഉണ്ട്. ഈ റെസ്റ്റോറൻ്റ് എല്ലാം പ്രത്യേക രീതിയിലാണ് ഡൈനിങ് ഏരിയ എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഊഞ്ഞാല് മോഡൽ സിറ്റിംഗ് ഏരിയ ആണ്. അങ്ങനെ അതിനകത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അവിടെ ഫോട്ടോ സെക്ഷനൊക്കെ ഉണ്ടായിരുന്നേ. ഞാനും ആമിക്കുട്ടിയും കൂടെ കുറച്ച് ഫോട്ടോയും വീഡിയോയും എല്ലാം എടുത്ത്. ആമി എന്ത് ചെയ്താൽ ഈ ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കും ഒന്നും പോസ് ചെയ്ത് തരത്തില്ല കേട്ടോ, കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ്. അവളെ പിടിച്ച് വലിച്ച് കുറേ നേരമൊക്കെ അതിനകത്തേന് ഇരുത്തി. എന്തായാലും ഇങ്ങനെ ഒരു ആംബിയൻസ് കിട്ടിയതല്ലായിരുന്നോ, അത് മിസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. റെസ്റ്റോറൻറ്റിൻ്റെ പുറത്ത് ഡൈനിങ് ഏരിയ ഈ ടയർ മോഡൽ സീറ്റിംഗ് ഒക്കെയാണ്. ഞങ്ങൾ അകത്താണ് ഇരുന്നത്. AC അകത്തുണ്ടായിരുന്നു. കുഞ്ഞിന് ഭയങ്കര ചൂടായതുകൊണ്ടേ. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത് ഫുഡൊക്കെ വന്നു കേട്ടോ പെട്ടെന്ന് തന്നെ. ഞങ്ങളതെല്ലാം വേഗം അകത്താക്കി. അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു. ഫുഡ് വന്നപ്പോൾ തന്നെ ആമിക്ക് സമാധാനമായി, കാരണം നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു അവൾക്ക്. റെസ്റ്റോറൻറ്റിനോട് ചേർന്ന് തന്നെ ഒരു പാർക്കൊക്കെ ഉണ്ട്. കഴിച്ച് കഴിഞ്ഞ് അതിനകത്ത് കയറാനുള്ള ഉദ്ദേശത്തിലാണ് അവൾ. അങ്ങനെ ഞങ്ങൾ വേഗം ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ആമി പതുക്കെ കഴിക്കുന്നേ ഉള്ളൂ. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാൻ നേരം പിന്നെയും ഫോട്ടോ സെക്ഷൻ. കയറിയപ്പോൾ തന്നെ എൻട്രൻസ് ഇങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷെ അങ്ങോട്ട് കയറിയപ്പോൾ ശ്രദ്ധിച്ചില്ല. തിരിച്ചിങ്ങോട്ട് ഇറങ്ങാൻ നേരമാണ് അത് കണ്ണിൽപ്പെട്ടത്. പിന്നെ ഞാനും ആമിക്കുട്ടിയും കുറച്ച് നേരം അവിടെ ബട്ടർഫ്ലൈയുടെ കൂടെയൊക്കെ നിന്ന് കുറച്ച് ഫോട്ടോയും വീഡിയോയും എല്ലാം എടുത്ത്. അവളങ്ങനെ നിൽക്കാറുള്ളതല്ല, അവളെന്ന് നിന്ന് തന്നു കേട്ടോ. ഇനി അവളുടെ അടുത്ത ലക്ഷ്യം ആ പാർക്കാണ്. അവിടെ എങ്ങനെയില്ല അവൾക്ക് ഒന്ന് കയറി പറ്റണം. ഞങ്ങളാകെന്ന് പറഞ്ഞു ഒത്തിരി ലേറ്റായില്ലേ പിന്നെ കയറാം. പക്ഷേ അവൾ എന്തെങ്കിലും സമ്മതിക്കത്തില്ല. അവൾക്ക് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ നടക്കണം. അങ്ങനെ അവൾ സാധിച്ചെടുക്കും. അവസാനം പിന്നെ അവളത് കരഞ്ഞ് സാധിച്ചെടുത്തു. ട്രെയിനെ മാത്രം കയറാവുള്ള ഒറ്റ കണ്ടീഷനെ അവളെ പാർക്കിൽ കയറ്റി. അതുപോലെ ട്രെയിനിലും കയറി. പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങി. അങ്ങനെ അന്നത്തെ കറക്കം എല്ലാം കഴിഞ്ഞു. ഇനി നേരെ വീട്ടിലോട്ട്. ഇനി അടുത്ത വീഡിയോയിൽ കാണാവേ. ടാറ്റ ബൈ, ഓക്കെ, സീ യു. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.